മാർത്തോമ സുറിയാനി സഭയുടെ താനെ ഇടവകയിലെ സീനിയർ സിറ്റിസൻസിനെ അഭിസംബോധന ചെയ്യാൻ ദൈവം ഇങ്ങനെയാണ് ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നത്. അതിനാൽ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഈ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി സീനിയർ ആയിട്ടുള്ള എല്ലാവരെയും കാണാനും അല്പസമയം സംസാരിക്കാനും കഴിയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇതിനെന്നെ ക്ഷണിച്ചതിന് ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി ഞാൻ ആദ്യമേ പ്രകടിപ്പിക്കട്ടെ. എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ ജോൺ, അദ്ദേഹത്തെ മറക്കാനാവില്ല. അദ്ദേഹമാണ് വാസ്തവത്തിൽ എന്നെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആദ്യം എന്നോട് പറഞ്ഞത്. അദ്ദേഹത്തിനും നന്ദി. അച്ഛൻ കൊറോണയെ കുറിച്ച്, കൊറോണ വൈറസ് ഉണ്ടാക്കുന്ന ഭീഷണിയെ കുറിച്ച് എല്ലാം അല്പസമയം സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കൊറോണ ഒരു ലത്തീൻ പദമാണ്, ലാറ്റിൻ വാക്കാണ്. ഈ ലത്തീൻ പദത്തിന്റെ അർത്ഥം കിരീടം എന്നാണ്. കൊറോണ നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന എല്ലാം മുൾക്കിരീടമാണ്. ലോകത്തില് ഇന്ന് ഏറ്റവും അധികം ആൾക്കാർ ഭയപ്പെടുന്ന ഒരു കിരീടം. ഇത് കാരണം ഓരോ ദിവസവും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ സംഖ്യ കൂടിക്കൂടി വരികയാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ രോഗികളുള്ള 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. അത് വളരെ ഭീതിജനകമാണ്. ഇനി 2-3 മാസം കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ രോഗികളുള്ള രാജ്യമായി മാറിയേക്കാം എന്നൊരു സൂചനയും ഉണ്ട്. അത് വളരെ വളരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ രോഗികൾ വന്നിരിക്കുന്നത് വലിയ വലിയ നഗരങ്ങളിലാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെമ്പാടുമുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പൊ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ളത് ന്യൂയോർക്ക് നഗരത്തിലാണ്. UK-യിൽ, ഇംഗ്ലണ്ടില് ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ളത് ലണ്ടനില്. പിന്നെ റഷ്യയിലാണെങ്കിൽ മോസ്കോയില്, ചൈനയിലാണെങ്കിൽ വുഹാനില്, ഇന്ത്യയിലാണെങ്കിൽ മുംബൈയിലും ഡൽഹിയിലും. മഹാരാഷ്ട്രയിലുള്ള ആകെ കേസുകളുടെ 56% എങ്കിലും അത് മുംബൈയിൽ മാത്രം. പിന്നെ താനെയും പൂനെയും കൂടെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഏകദേശം 70-75% രോഗികളും ഈ 3 നഗരങ്ങളിലായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഗുജറാത്തിൽ നമുക്കറിയാം, അഹമ്മദാബാദിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. അപ്പൊ ഈ വൻകിട നഗരങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഈ രോഗവ്യാപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം അവിടെ ആളുകൾ തിങ്ങിപ്പാർക്കുന്നു, ഒരുപാട് പേർ വരികയും പോവുകയും ചെയ്യുന്നു, വലിയ കൺട്രോൾ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ രോഗവ്യാപനം കൂടും. എന്നാൽ ഭാഗ്യത്തിന് കേരളത്തിൽ ഇതുപോലൊരു വലിയ നഗരമില്ല. നമ്മളുടെ ഏറ്റവും വലിയ നഗരം എന്ന് പറയുന്നത് കൊച്ചിയാണ്. കൊച്ചി തന്നെ ഇന്ത്യയിലെ 75ാമത്തെ നഗരമേ ആകുന്നുള്ളൂ. അപ്പോൾ കേരളത്തില് ഇത്ര വലിയ ഒരു സീരിയസ് സിറ്റുവേഷൻ ഇല്ലാത്തതിന്റെ കാരണം അതിൽ ഒന്ന് അതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മള് ഇനിയും അത്ര ഒരുപാട് ഭയപ്പെടേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പൊ നമ്മൾ ഓരോ രാജ്യത്തിന്റെയും കണക്കുകൾ, വിദേശ രാജ്യങ്ങളിലെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബെൽജിയത്തില് ഒരു 817 മരണങ്ങളാണ്. 10 ലക്ഷം രോഗികൾ ഉള്ളപ്പോൾ 817 മരണങ്ങൾ ഉണ്ടാകുന്നു. അമേരിക്കയില് 316 മരണങ്ങൾ 10 ലക്ഷത്തിന്. UK-യിൽ, ഇംഗ്ലണ്ടില് 567 മരണങ്ങൾ. ജപ്പാനില് 7 മരണങ്ങളെ ഉണ്ടാകുന്നുള്ളൂ. ചൈനയില് 10 ലക്ഷത്തിന് 3 പേരെ മരിക്കുന്നുള്ളൂ. ഇന്ത്യയിൽ അത് 3.9 ആണ്. അപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ, ഇപ്പോൾ അമേരിക്കയിലോ അല്ലെങ്കിൽ UK-യിലോ ബെൽജിയത്തിലോ ഉള്ളതുപോലെയുള്ള ഒരു സ്ഫോടനാത്മകമായ ഒരു സിറ്റുവേഷൻ നമ്മുടെ രാജ്യത്തിൽ വന്നിട്ടില്ല. അത് ഇതുവരെയുമുള്ള സ്ഥിതിയെക്കുറിച്ച് നമ്മൾ പറയുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇതൊരു മഹാമാരിയാണെന്ന് നമ്മൾ പൊതുവെ പറയുമെങ്കിലും വലിയ അപകടകാരിയാണ് എന്ന് പറയാൻ കണക്കുകൾ സമ്മതിക്കുന്നില്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾ വളരെ റിലാക്സ്ഡ് ആകാനും പാടില്ല. കാരണം ഇനി ഇത് എങ്ങനെ വളരും, എങ്ങനെയൊക്കെ ആയി തീരും എന്ന് പ്രവചിക്കാനാവില്ല. അപ്പോൾ ചിലർ പറയുന്നത് ഈ ഡിസംബർ ആകുമ്പോഴേക്കും ഇന്ത്യയിലെ 50% പേർക്കും കോവിഡ് രോഗം ഉണ്ടാകുമെന്നാണ്.
ഇപ്പൊ കോവിഡ് രോഗം വന്നു എന്ന് പറഞ്ഞ് എല്ലാവരും മരിക്കണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മരണത്തോത് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് അതിനെ ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. സാധാരണ നമ്മള് ഈ ഇങ്ങനെയുള്ള മഹാമാരികളൊക്കെ വരുമ്പോൾ നമ്മള് ഇതിനെ കുറിച്ച് വളരെയധികം വറീഡായിരിക്കും, വളരെയധികം വ്യാകുല ചിത്തരായിരിക്കും. അപ്പോൾ ആ വ്യാകുല ചിത്തത അതിനൊരു 5 സ്റ്റേജുകളുണ്ട്. ഇപ്പൊ ഒരു പിന്നെ എലിസബത്ത് കുബ്ലർ റോസ് എന്ന് പറഞ്ഞ ഒരു പ്രശസ്ത വനിത 1969 അവര് ഒരു തീസിസ് ഉണ്ടാക്കി. അവര് പറഞ്ഞു, ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ നമ്മളെല്ലാവരും 5 സ്റ്റേജിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അത് എളുപ്പം ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് എളുപ്പം ഡാപ്ഡ എന്നങ്ങ് ഓർത്താൽ മതി. DABDA. D for denial, A for anger, പിന്നെ വീണ്ടും B for bargaining, പിന്നെ D for depression, 5 for acceptance. ഇങ്ങനെ 5 സ്റ്റേജിൽ കൂടി നമ്മൾ കടന്നു പോകുമെന്നാണ് പറയുന്നത്. ഞാനത് അല്പം ഒന്ന് വിശദീകരിക്കാം. കാരണം നമുക്ക് എല്ലാവരും നമ്മൾ അറിഞ്ഞോ അറിയാതോ ഈ ഓരോ സ്റ്റേജിലാണ് ഇപ്പോഴ്. ആദ്യത്തേത് എന്താ? ഡിനയലാണ്. അപ്പൊ നമ്മളവിടെ വുഹാനില് ഈ കേസ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എന്റെ മകളുടെ അടുത്തായിരുന്നു. എന്റെ മൂത്ത മകൾ താമസിക്കുന്നത് ഹോങ്കോങ്ങിലാണ്. വുഹാനിന്റെ വളരെ അടുത്താണ് ഹോങ്കോങ്. അപ്പൊ ഞങ്ങൾ ഡിസംബറിൽ കഴിഞ്ഞ നവംബറിൽ ഹോങ്കോങ്ങിൽ മകളെ കാണാൻ വേണ്ടി പോയി. അപ്പൊ ക്രിസ്മസ് മുഴുവൻ അവിടെ നിൽക്കണമെന്നൊക്കെ അവളെ നിർബന്ധിച്ചു. ജനുവരി പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് ഒന്ന് ടെംപ്റ്റഡ് ആയിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു, ഇല്ല മോളെ, എനിക്ക് ഡിസംബർ മാസത്തില് ഒരുപാട് പള്ളികളിലൊക്കെ എങ്ങനെ ക്രിസ്മസിനൊക്കെ സന്ദേശം കൊടുക്കാൻ വേണ്ടി അച്ഛന്മാര് ക്ഷണിക്കും. അപ്പൊ അതുകൊണ്ട് പോയില്ലെങ്കിൽ അവർക്ക് സങ്കടമാവും. അതുകൊണ്ട് ഞാൻ പിന്നെ വരാമെന്നും പറഞ്ഞു ഞങ്ങൾ ഇനി പോന്നു. പോയി കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴേക്കും കേട്ടു അവിടെ വലിയ വുഹാനില് ഈ രോഗം പൊട്ടിപ്പുറപ്പെട്ടു, വലിയ പ്രശ്നമായി എന്ന് കേട്ടു. അന്ന് ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ പോലും ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുമായിരുന്നില്ല. ഏതായാലും അന്ന് തിരികെ വന്നു, ഞങ്ങൾ അവിടെ എത്തി. അവിടെ ആ സമയത്ത് ഒക്കെ നമ്മുടെ ധാരണ എന്താ? ഇത് വുഹാനിൽ മാത്രമേ വരത്തുള്ളൂ, നമ്മുടെ നാട്ടിലൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ കുറെ പത്രങ്ങളിലൊക്കെ കുറെ വാർത്തകളും കേട്ടു. അതായത് ഇന്ത്യയിലെ ചൂട് വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് സമ്മർ ടൈമാണ്, അതുകൊണ്ട് ഈ വൈറസ് ഇവിടെ അങ്ങ് ചത്തുപോകും, ഇവിടെ നിൽക്കത്തില്ല. ഒരു ഡിനയൽ എന്ന് പറഞ്ഞ ആദ്യത്തെ സ്റ്റേജ് ആയിരുന്നു അത്. നമ്മളൊക്കെ ഡിനൈ ചെയ്യും, ഇത് നമുക്ക് സംഭവിക്കില്ല, നമ്മൾക്ക് ഇതൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ള ആ സ്റ്റേജ്. അത് കഴിയുമ്പം ഇത് വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് എന്താ? നമുക്ക് ദേഷ്യമായി, ആങ്കർ. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഇതെന്താ, എനിക്ക് എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ദേഷ്യം നമുക്കുണ്ടാകുന്നു. സാധാരണ നമ്മൾ പോകുന്ന രണ്ടാമത്തെ സ്റ്റേജ് അതാണ്, വൈ മീ എന്നുള്ള ചോദ്യം. അത് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യും. ആ വുഹാനിൽ നിന്ന് 2 പിള്ളേര് കേരളത്തിൽ വന്നപ്പോഴാണ്, ഓർക്കുന്നുണ്ടോ? ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് വന്നത് കേരളത്തിലാണ്. ആ വരാനിടയായ കാരണം വുഹാനിൽ MBBS പഠിക്കാൻ പോയ 2 കുട്ടികൾ അവിടെ നിന്ന് തിരിച്ചു വന്നു. അവരിൽ നിന്നാണ് രോഗം തുടങ്ങുന്നത്. ഇന്ത്യയിൽ ആദ്യം വരുന്നത് കേരളത്തിലാണ്. അപ്പൊ നമുക്ക് ദേഷ്യമാണ്, ഇവരെ അവിടെ പോയിട്ട് വന്നു, അല്ലെങ്കിൽ വിദേശത്തു നിന്നും വന്ന ആൾക്കാര് ഈ രോഗം ഉണ്ടാക്കി എന്നുള്ള ദേഷ്യമുണ്ട്. രണ്ടാമത്തെ സ്റ്റേജ്. പിന്നെ മൂന്നാമത്തെ സ്റ്റേജ് എന്താണെന്നറിയാമോ? മൂന്നാമത്തെ സ്റ്റേജ് ബാർഗെയിനിങ് ആണ്. എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണേ, ഞാന് പിന്നെ എന്റെ ഭർത്താവിന് ഇത് വരരുതേ, എനിക്ക് വേണമെങ്കിൽ വന്നുകൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് വരരുതേ, ഞാൻ അവിടെ പോയി വഴിപാട് നേർന്നുകൊള്ളാം, അല്ലെങ്കിൽ ഞാൻ എന്നൊക്കെ പ്രായശ്ചിത്തം ചെയ്തുകൊള്ളാം എന്നൊക്കെ പറയുന്ന ഒരു ബാർഗെയിനിങ് സ്റ്റേജ് ആണ് മൂന്നാമത്തേത്. നാലാമത്തേത് നമുക്കിത് ആക്ച്വലി സംഭവിക്കുന്നു. നമ്മുടെ ഭവനത്തിൽ ഒരാൾക്ക് വരുന്നു, അല്ലെങ്കിൽ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നു, അപ്പോഴേക്കും നമ്മൾ ഡിപ്രഷനിലാവും. ഇത് വന്നല്ലോ കഷ്ടം എന്ന് വിചാരിച്ചുണ്ടാകുന്ന നാലാമത്തെ സ്റ്റേജ് ആണ് ഡിപ്രഷൻ. അപ്പൊ ആദ്യത്തെ ഡിനയൽ, രണ്ടാമത്തേത് ആങ്കർ, മൂന്നാമത്തേത് ബാർഗെയിനിങ്, നാലാമത്തേത് ഡിപ്രഷൻ. ഇനി അഞ്ചാമത്തേത് എന്താ? അക്സെപ്റ്റൻസ്. അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഇതിനെ അംഗീകരിക്കുന്നു. അപ്പൊ ഇത് വന്നതുകൊണ്ട് നമ്മൾ ഭയപ്പെടുന്നില്ല. നമ്മൾ പറയുന്നു, ഓക്കെ, ഇത് വന്നു, ശരി, ഞാൻ നേരിടാൻ തയ്യാർ. അതാണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന സ്റ്റേജ്. ഈ 5 സ്റ്റേജിൽ കൂടിയാണ്. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, നമ്മള്
ഇങ്ങനത്തെ ഓരോ സ്റ്റേജിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പൊ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനികളായ നമുക്ക് ഇതെന്താണ്, എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇത് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ വളരെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും എന്തേ നമുക്കിതിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ചോദ്യമാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ കൂടി പോകുന്നത്, അല്ലെ? ഇതേ ചോദ്യം തന്നെയാണ് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഗിദെയോൻ ചോദിച്ചത്. പഴയ നിയമത്തിലെ ന്യായാധിപന്മാർ എന്ന പുസ്തകത്തിലെ 6-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ഒരു സംഭവം നോക്കുക. അവിടെ ഇസ്രായേൽ മക്കൾ ദൈവത്തിന് മുൻപാകെ അനിഷ്ടമായത് ചെയ്തു. അപ്പോൾ അവരെ 7 വർഷത്തേക്ക് ദൈവം മിദ്യാന്റെ കയ്യിൽ അവരെ ഏൽപ്പിച്ചു. മിദ്യാൻ ഇസ്രായേലിൽ ആധിക്യം സ്ഥാപിച്ചു, അവരെ ഒരുപാട് പീഡിപ്പിച്ചു. പീഡനം കാരണം അവർ വളരെ ദുഃഖിതരായി അവരെ ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ ഒരു ദിവസം യഹോവയുടെ ദൂതൻ ഗിദെയോന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ദൂതൻ ഗിദെയോനോട് പറയുകയാണ്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഗിദെയോന് വളരെ ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു. ഗിദെയോനും മറ്റ് ഇസ്രായേലിനെ പോലെ യഹോവയുടെ ശക്തിയുടെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അദ്ദേഹം വളരെ സംശയാലുവായിരുന്നു. അദ്ദേഹം ഈ അത്ഭുത പ്രവൃത്തികളൊന്നും സ്വന്തം കണ്ണാൽ കണ്ടിട്ടുള്ള ആളായിരുന്നില്ല. അതുകൊണ്ട് ഗിദെയോൻ സംശയാലുവായി. എന്നിട്ട് പരിഹാസത്തോട് ചോദിച്ചു, അയ്യോ യജമാനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞിട്ടുള്ള യഹോവയുടെ അത്ഭുത പ്രവൃത്തികളൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുന്നു. നോക്കൂ, നമ്മളും ഇതുപോലെ ആയിരിക്കും ചിലപ്പോൾ മനസ്സിൽ, പുറമേ പറഞ്ഞില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നത് ഇങ്ങനെയായിരിക്കും, നീ വലിയ അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നവനാണ് എന്നൊക്കെ പറയുന്നല്ലേ, എവിടെയാ നീ പോയിരിക്കുന്നത്? എവിടെയാണ് എന്റെ അത്ഭുത പ്രവർത്തികളൊന്നും കാണിക്കാത്തത്? എന്റെ ഈ കൊറോണ വൈറസിനെ മുഴുവൻ ഭൂമുഖത്തും തുടച്ചു മാറ്റാത്തത്? ഇന്ന് അത്ഭുത പ്രവർത്തികൾക്ക് എവിടെ പോയി എന്നൊക്കെ നമ്മൾ പരിഹാസത്തോടെ ചോദിക്കുന്ന ഒരു മനസ്ഥിതി നമുക്കും ഒരുപക്ഷെ ഉണ്ടായി എന്ന് വന്നേക്കാം. നമ്മൾ യാതനകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മെ കൈവിട്ടുവോ എന്ന് നമ്മൾ ചിന്തിച്ചു പോയേക്കാം. നാം ഭഗ്നാശരായേക്കാം. മോശ 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞു നടന്നില്ലേ? എന്നിട്ട് അല്ലേ ദൈവം മോശയെ നിയോഗിച്ചത്? എലീശ നിരാശയുടെ പടുകുഴിയിൽ കിടന്നുകൊണ്ട് ദൈവമേ എന്റെ ജീവനെ അങ്ങ് എടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചില്ലേ? 12 വർഷത്തെ കാരാഗൃഹവാസത്തിന് ശേഷമല്ലേ ജോസഫിനെ ദൈവം സ്വതന്ത്രനാക്കിയത്? അപ്പോൾ ഒരു കാര്യം വ്യക്തം, ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ എന്താണോ നമുക്കറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് ചില സമയക്രമങ്ങളുണ്ട്. ആ സമയക്രമങ്ങളൊന്നും നമുക്കറിഞ്ഞുകൂടാ. അതൊന്നും നമ്മളോട് പറയുന്നില്ല. ഇതെല്ലാം ദൈവം ഡയറിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവാം, പക്ഷെ ഈ ഡയറി ഒന്നും നമ്മളെ കാണിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ഒന്നുണ്ട്, ഈ കഷ്ടപ്പാടുകളൊക്കെ ദൈവം നമ്മളെക്ക് നൽകുന്നതിന്റെ ഉദ്ദേശം അവനെ കൂടുതൽ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടുന്നത്. ഇപ്പോൾ കൊറോണ വൈറസ് മുഖേന കോവിഡ് രോഗം വന്നു നമ്മളെ കഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അതിൽ നിന്നും ആദ്യം നമ്മൾ ധരിക്കേണ്ടുന്ന കാര്യം നമ്മളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇത് എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്തെന്നറിയാമോ? ചിലപ്പോൾ ഈ വലിയ ഇങ്ങനെ ദൈവം ചില കഷ്ടപ്പാടുകൾ നമുക്ക് സമ്മാനിക്കും. ആ കഷ്ടപ്പാടുകൾ അത് സമ്മാനിക്കുന്നത് വലിയൊരു അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും. ഞാൻ എപ്പോഴും ഓർക്കുന്നു, കുറെ 4-5 വർഷങ്ങൾക്ക് മുമ്പ് പേപ്പറിൽ വന്ന ഒരു വാർത്ത. ഇടുക്കിയില് ഉരുൾപൊട്ടലുണ്ടായ ഒരു സന്ദർഭത്തില് അവിടെ ഒരു പാവപ്പെട്ട മുസ്ലിം സ്ത്രീ തന്റെ 2 കുഞ്ഞുങ്ങളുമായിട്ട് പിന്നെ പണിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം അവരുടെ വീട്ടിൽ വന്നു. അവര് വിധവയാണ്, 2 കൊച്ചു കുഞ്ഞുങ്ങളും ഉണ്ട്. അവര് വീട്ടിൽ വന്നപ്പോഴേക്കും വീട്ടിലകത്ത് കയറി ചെറിയ വീടാണ്, ഒരു കഷ്ടിച്ച ഒരു മുറി മാത്രമുള്ള ഒരു ചെറിയ അടുക്കളയുമുള്ള ഒരു വീട്. ആ വീട്ടിൽ അവർ വന്നപ്പോഴേക്കും കണ്ട കാഴ്ച എന്താ? ആ വീട്ടിനകത്ത് കയറിയപ്പോ അവർ വലിയ മൂർഖൻ പാമ്പിനെ കണ്ടിട്ട് അവരങ്ങ് ഭയന്നു. അവര് നിലവിളിച്ച് ആൾക്കാരെ വിളിച്ചു കൂട്ടി. അടുത്ത അയൽവാസികളൊക്കെ വന്ന് മൂർഖനെ പിടിക്കാൻ നോക്കി, മൂർഖനെ കിട്ടിയില്ല. എവിടെയോ അത് ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അവർക്ക് അവിടെ താമസിക്കാൻ ഭയമായി. ഉടനെ എന്ത് സംഭവിച്ചു? അവര് അയൽവാസികൾ പറഞ്ഞു, ഞങ്ങളുടെ
അപ്പൊ രാത്രിയിൽ അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഭയാനകരമായ ഒരു ശബ്ദം കേട്ടു. അവർ എല്ലാവരും പേടിച്ചുപോയി. എന്താണ് ശബ്ദം നോക്കി രാവിലെ അവര് ലൈറ്റൊക്കെ ഇട്ട് നോക്കിയപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? ഉരുൾപൊട്ടലിൽ ഒരു വലിയ പാറ വന്ന് ഈ ചെറിയ കുടിലിന്റെ മീതെ വന്ന് വീണ കംപ്ലീറ്റ് അതങ്ങ് നാമാവശേഷമായി. അപ്പോൾ നോക്കൂ, അപ്പോൾ അവർക്ക് ബോധ്യമായി ആ രാത്രിയിൽ ആ മൂർഖനായിട്ട് വന്നത് വാസ്തവത്തിൽ ദൈവം അയച്ച ഒന്ന് തന്നെയായിരിക്കണം. ഒരു വലിയ അപകടത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു ചെറിയ അപകടം അവർക്ക് കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ വലിയൊരു അപകടം ഉണ്ടാകുമായിരുന്നു അല്ലെ? അന്ന് അവരവിടെ താമസിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നേനെ സംഭവം? 3 പേരും മരിച്ചു പോയേനെ. അത് ഉണ്ടാകാതിരിക്കാനായിട്ട് ദൈവം കാണിച്ച ഒരു മാർഗമായിരുന്നു അത്. അപ്പോൾ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ സമാധാനിക്കണം. നമുക്ക് ഇതിലും വലിയ ഒരു ആപത്ത് വരാൻ പോകുന്നു. ഇപ്പൊ ചിലപ്പോഴൊക്കെ നമ്മൾ നടക്കാൻ പോകുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ അപകടമൊക്കെ ഉണ്ടാകുമ്പോൾ പറയാ അതിലായ എല്ലാ അപകടവും അങ്ങ് തീർന്നു എന്ന് നമ്മളിങ്ങനെ പറയാറുണ്ട് ഇല്ലേ? അപ്പൊ അതേപോലെ ഒരു വലിയ അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനായിട്ടാവും ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ദൈവം നമുക്ക് സമ്മാനിക്കുന്നത്. പിന്നെ ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, ഒന്ന് ഇത് നമ്മളെ ശുദ്ധി ചെയ്തെടുക്കാനുള്ള ഒരു വലിയ മാർഗമാണ്, ദൈവത്തിന്റെ മാർഗമാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ? നോക്കൂ, മാലാഖയുടെ പുസ്തകം നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിട്ടുണ്ടാവും. പഴയ നിയമത്തിലെ വലിയ ചെറിയൊരു പുസ്തകമാണ് മാലാഖയുടേത്. അപ്പൊ മാലാഖയുടെ പുസ്തകത്തില് അദ്ദേഹം 5-ാം ശതകത്തിന്റെ മധ്യകാലത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ 6-ാം അധ്യായത്തില് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ദൈവം ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുവനെ പോലെയും ഇരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ദൈവം ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരിക്കുന്നു എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കാം നമുക്ക്. ഈ ദൈവം ഒരു തട്ടാനെ പോലെ ഇരിക്കുന്നു എന്ന് സങ്കീർത്തനത്തിലും ഇതുപോലൊരു പ്രയോഗമുണ്ട്. ഇവിടെ ദൈവം ഒരു തട്ടാനെ പോലെ ഇരിക്കുക. തട്ടാൻ എന്താ ചെയ്യുന്നത്? ഇപ്പൊ വെള്ളി ശുദ്ധീകരിക്കുന്ന തട്ടാൻ എന്ന് നോക്കുക. സീനിയർ ആയിട്ടുള്ള നിങ്ങളോട് അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കൊച്ചു കുട്ടികളോടാണെങ്കിൽ ഞാനിത് വളരെ വിശദമായിട്ട് പറഞ്ഞേനെ. കാരണം നമ്മളെല്ലാവരും തട്ടാന്മാരെ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ കുഞ്ഞുങ്ങളൊന്നും ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. തട്ടാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക പോലും ഇല്ല അവർക്ക്. അപ്പൊ നമുക്കറിയാം തട്ടാൻ ചെയ്യുന്നത് എന്താ? അവന്റെ ആലയില് അവൻ വെള്ളിക്കഷ്ണം എടുത്ത് ഒരു ഫ്ലോങ്ങിൽ പിടിക്കും അല്ലെ? എന്താ പറയാ, ചവണയിൽ പിടിച്ചിട്ട് അയാൾ അത് തീയിലേക്ക് വെക്കും. അപ്പൊ തീയിൽ വെക്കുമ്പോ തീ വെച്ചിട്ട് അതിന്റെ ഏറ്റവും അടുത്തല്ല വെക്കുന്നത്, ആ തീയുടെ മധ്യഭാഗത്ത് വെക്കും. കാരണം അവിടെയാണ് ചൂട് കൂടുതൽ. ആ ചൂട് കൂടുതൽ ഈ ചവണയിൽ പിടിച്ചുകൊണ്ട് ഈ വെള്ളി എടുത്ത് തീയുടെ മധ്യഭാഗത്ത് വെക്കും. അപ്പോഴെന്താ, തീയുടെ ആധിക്യം കൂടുതലുള്ള സ്ഥലമാണത്. അവിടെ വെച്ച് അദ്ദേഹം കുറെ സമയം ഇരിക്കുമ്പോൾ ഈ വെള്ളിയിലെ ഈ ചൂട് കൊണ്ട് വെള്ളിയിലെ അഴുക്കുകളെല്ലാം അങ്ങ് പതുക്കെ അലിഞ്ഞു പോകും. അതിൽ അലിഞ്ഞു പോയിട്ട് അദ്ദേഹം കൈവിടില്ല. ചവണയിൽ തന്നെ പിടിച്ചിട്ടുണ്ട്, വെള്ളിക്കഷ്ണത്തിൽ പിടിച്ചിട്ടുണ്ട്. ഈ അഴുക്കെല്ലാം പോയി കഴിഞ്ഞാൽ അദ്ദേഹം അത് തിരിച്ചെടുക്കും. ഇങ്ങനെയാണ് വെള്ളി ശുദ്ധി ചെയ്യുന്നത്. അപ്പോൾ ഈ തട്ടാൻ ഏത് സമയത്താണ് തിരിച്ചെടുക്കുന്നത്? അദ്ദേഹത്തിന് വാച്ച് നോക്കിയിട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടല്ല തട്ടാൻ ചെയ്യുന്നത്. തട്ടാൻ ഇത് ചൂടാക്കി ഈ അഴുക്കെല്ലാം പോയി കഴിയുമ്പോഴത്തേക്കും തട്ടാൻ അതെടുത്ത് ഇങ്ങനെ നോക്കുമ്പോ എന്താ കാണുന്നത്? തന്റെ മുഖം അതിൽ കാണാൻ കഴിയണം, തന്റെ പ്രതിബിംബം അതിലുണ്ടാവണം, റിഫ്ലക്ഷൻ അതിലുണ്ടാവണം. അപ്പൊ ആ റിഫ്ലക്ഷൻ അതിലുണ്ടാകുമ്പോ തട്ടാൻ അറിയാം അതിന്റെ ഇമ്പ്യൂരിറ്റീസ് മുഴുവൻ മാറിപ്പോയി എന്ന്. അപ്പോഴാണ് അദ്ദേഹം അത് തിരിച്ചെടുക്കുന്നത് അല്ലെ? ഇതുപോലെയാണ് ദൈവവും. അവൻ നമ്മളെ ഒരു ചവണയിൽ പിടിച്ച് ഈ തീയുടെ ആധിക്യമുള്ള സ്ഥലത്ത് കൊണ്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മളുടെ അഴുക്കുകളെല്ലാം പോകണം. അപ്പോൾ നാം ഭയപ്പെടുന്നു, അയ്യോ ദൈവമേ നീ എന്താണ് ചെയ്യുന്നത്, എന്നോട് എന്തിനാണ് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത് എന്നൊക്കെ നമ്മൾ നിലവിളിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോഴും ഓർക്കുക, അവൻ ചവണ കൈവിടില്ല. അവൻ ചവണയിൽ പിടിച്ചിട്ടുണ്ട്, അവൻ നമ്മുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് നാം ശുദ്ധരാകുമ്പോൾ എപ്പോഴാണോ അവന്റെ മുഖം നമ്മളിലൂടെ പ്രതിബിംബിക്കുന്നത്, എപ്പോഴാണോ അത് നമ്മളിലൂടെ റിഫ്ലക്ട് ചെയ്യുന്നത്, അപ്പോൾ അവൻ അതിൽ നിന്നും നമ്മെ ഊരിയെടുക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാത്തിന്റെയും രത്നച്ചുരുക്കം ഇത്ര മാത്രമാണ്. യാതനകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവം നമ്മെ കൈവിട്ടു പോയോ എന്ന് നമ്മൾ സംശയിക്കും, നമുക്ക് തോന്നും. ഇല്ല, ഒരിക്കലുമില്ല. അവൻ നമ്മുടെ ജീവിതത്തിൽ നിശബ്ദനായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഓ ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തത് എനിക്ക് നിങ്ങളോട് ചെയ്യാതിരിക്കാനാകുമോ? കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞാൻ നിങ്ങളെ മെനഞ്ഞെടുക്കും എന്ന് അവൻ അതിൽ പറയുന്നു.
പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും നിത്യേന പാടുന്ന പാട്ട് കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ എന്ന് നമ്മൾ പാടുമ്പോൾ നമ്മൾ പറയാറുള്ള ഈ വരികൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അതുകൊണ്ട് ഈ വലിയ കുശവന്റെ കയ്യിലേക്ക് നാം നമ്മെ തന്നെ സമർപ്പിക്കണം പ്രിയപ്പെട്ടവരെ. ഇത് ഞാനൊരു ഒരു ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവിലാണ് നിങ്ങളോട് ഇത് പറഞ്ഞത്. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ കൂടി, നമ്മളെല്ലാം ക്രിസ്ത്യാനികളായതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ ബൈബിൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ഇതിനെ നോക്കണം എന്നുള്ളതാണ് എന്റെ വാദം. അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് അവളോട് പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനം. കർത്താവ് ബെഥാനിയയില് ചെന്നിട്ട് അവിടെ ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അപ്പോഴും മാർത്ത ഒന്ന് പറയുന്നുണ്ട്, കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവളോട് പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനം ഉണ്ടാകുമെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ യേശു പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. നീ ഇത് വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കർത്താവിൽ അർപ്പിച്ച ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ, അവനിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ ധൈര്യപ്പെടുക, നാം ഒരിക്കലും മരിക്കുകയില്ല. എന്ന് വെച്ചാൽ ശാരീരികമായ മരണത്തെ കുറിച്ചല്ല പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, അല്ലെ? അപ്പൊ കർത്താവ് വിശ്വസിച്ചാല് നമ്മൾ മരിച്ചാലും ജീവിക്കും, നമുക്ക് നിത്യജീവൻ ലഭിക്കും. അതിനു വേണ്ടിയിട്ടാണ് ദൈവം തന്റെ ഏകജാതനെ നൽകിയത്, അല്ലെ? അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ഒരു നാളും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ദൈവം തമ്പുരാൻ തന്റെ ഏകജാതനായ പുത്രനെ നൽകിയത്. അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഇതാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്. വേദപുസ്തകത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമുക്കെല്ലാം നിത്യജീവൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം തന്റെ ഏകജാതനെ നൽകിയത്. അപ്പോൾ നാം നമ്മുടെ മരണത്തെ കുറിച്ച് ഓർത്ത് നാം ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒരു മരണം സംഭവിച്ചാൽ തന്നെയും നാം ഭയപ്പെടേണ്ട. കാരണം നമുക്ക് ഇനിയും വലിയൊരു ജീവിതമുണ്ട്. നമുക്ക് ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇത് നമ്മൾ പാടാറില്ലേ? അപ്പോൾ അതുപോലെ നമുക്കൊരു മോക്ഷ വീടുണ്ട്. അവിടെ നാം നിത്യജീവനെ നാം പ്രാപിക്കും എന്ന് പറയുന്നു. നാം വിശ്വസിക്കുന്നുവെങ്കിൽ പത്രോസ് പറയുന്നത് പോലെ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ എന്ന് 1 പത്രോസ് 5:7 പറയുന്നു. മരണത്തെക്കുറിച്ചുള്ള ഭയമെല്ലാം വെടിഞ്ഞ് ജീവനെ ആസ്വദിക്കുവിൻ. എന്താ ജീവനെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാല്, കർത്താവ് പറയുന്നില്ലേ, ഞാൻ വന്നത് ജീവനെ നൽകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായിട്ടുണ്ടാകുവാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണ് ലൈഫ്? വേദപുസ്തകത്തിന്റെ സുവിശേഷത്തിന്റെ സമൃദ്ധമായ ജീവൻ, അബൻഡന്റ് ലൈഫ് നൽകാനാണ് 10-ാം വാക്യത്തിൽ പറയുന്നത്. അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊടുക്കാം. നമുക്ക് നിർമ്മതരായിരിക്കാം, നമുക്ക് ഉണർന്നിരിക്കാം. മരണത്തെക്കുറിച്ചുള്ള ഭയമെല്ലാം വെടിഞ്ഞ് ജീവനെ നമുക്ക് ആസ്വദിക്കാം, സമൃദ്ധമായ ജീവൻ നമുക്ക് ആസ്വദിക്കാം. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവരായ നാം ദൈവവചനം ശരിയാണെന്ന് നാം വിശ്വസിക്കുന്നു. നാം സത്യമാണെന്ന്, അതെല്ലാം സത്യമാണ്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം അത് ജീവന്റെ വചനമാണ്, നിത്യമായിട്ടുള്ളതാണ്. ഇങ്ങനെ പറയാൻ നമുക്ക് വളരെ വളരെ എളുപ്പമാണ്. എന്നാൽ അത് പ്രവർത്തന പഥത്തിൽ കാണിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 22-29 പറയുന്നു, എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തത് കൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നു. Do not merely listen to the word
and so deceive yourselves. Do what it says എന്നാ പറയുന്നത്. ദൈവവചനം കേൾക്കണം, ശരി. ദൈവവചനം കേട്ടാൽ മാത്രം പോരാ, ആ ദൈവവചനത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം എന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. അത് കോവിഡിന്റെ ഭീഷണി നിലനിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? വീണ്ടും ഞാൻ ബൈബിളിന്റെ ആധാരമാക്കി അതിനുള്ള മറുപടി പറയാൻ ശ്രമിക്കുകയാണ്. നമുക്ക് വീണ്ടും യാക്കോബ് ശ്ലീഹായുടെ ലേഖനം, യാക്കോബ് 1-ാം അധ്യായം 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. യാക്കോബ് എഴുതിയ ലേഖനം 1:2 മുതൽ 8 വരെ. നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞാൽ അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവീൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. പ്രവർത്തിക്കണമെന്ന് അവിടെ പറയുന്നത്. നിങ്ങൾ ഒരുത്തര ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്നും വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത്. മനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഇതിലും ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് പറയാൻ കഴിയുക അല്ലെ? എത്ര മനോഹരമായിട്ട് സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ദൈവത്തിന് എല്ലാം കൊടുക്കുന്ന, ഔദാര്യപൂർവ്വം കൊടുക്കുന്ന ദൈവത്തിനോട് യാചിക്കട്ടെ, അപ്പോൾ ലഭിക്കും. അവൻ സംശയിക്കാതെ വിശ്വസിക്കണം, വിശ്വാസത്തോടെ യാചിക്കണം. ചുമ്മാതെ യാചിച്ചാൽ പോരാ. എനിക്കിത് സംഭവിക്കും, എനിക്കിത് നടക്കാൻ പോവുകയാണ് എന്ന വിശ്വാസത്തോടെ വേണം യാചിക്കാൻ. അങ്ങനെ അല്ലാതെ സംശയത്തോടു കൂടി യാചിക്കുന്നവൻ അവൻ കാറ്റടിക്കുന്ന അലിയുന്ന തിരമാലയ്ക്ക് സമാനനാണ്. അങ്ങനെയുള്ളവൻ കർത്താവിൽ നിന്നും വല്ല നീതിയും ലഭിക്കും, വല്ലതും ലഭിക്കും എന്നൊന്നും വിചാരിക്കരുത്. കാരണം മനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലെല്ലാം അസ്ഥിരനാകുന്നു എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്. You should ask for wisdom and be wise. നമുക്ക് ദൈവത്തോട് നമുക്ക് വിവേകം നമ്മൾ ചോദിക്കണം. നമ്മൾ വിവേകമതിയായിട്ടിരിക്കുകയും വേണം. വീണ്ടും യാക്കോബ് ശ്ലീഹായുടെ ലേഖനം തന്നെ 3-ാം അധ്യായം 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലം നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവൻ സമാധാനത്തിൽ നീതി എന്ന ഫലം കൊയ്യും എന്ന് അതിൽ എഴുതിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി അതാണ് ഒന്നാമത്തെ നമ്മുടെ റെസ്പോൺസ്. യു ഷുഡ് ആസ്ക് ഫോർ വിസ്ഡം ആൻഡ് ബി വൈസ്. അത് ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പിന്നെ വേണ്ടത് എന്താണ്? യു ഷുഡ് നോട്ട് തിങ്ക് ഓഫ് ആസ് ദ വേൾഡ് തിങ്സ്. ഡോണ്ട് ബിഹേവ് ലൈക്ക് ഇറ്റ്. നമ്മള് ഈ ലോകത്തിന് അനുസൃതമായിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടുന്നത്. അത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ്. ആശയിൽ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുകയും എല്ലാം ചെയ്യുക. ഇത്രയാണ് ഇതാണ് ആശയിൽ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ എന്ന് അല്ലെ. പിന്നെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ സർക്കാർ നമുക്ക് ഒരുപാട് ഡയറക്ഷൻസ് എല്ലാ ദിവസവും തരുന്നുണ്ട്. ഒരു 100 ഓർഡേഴ്സ് ആണ് ഇറക്കുന്നത്. ഇതിനോടകം ഒരു 1000-ലധികം ഓർഡറുകൾ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, കേന്ദ്ര സർക്കാരും കേരള സർക്കാരും. അവിടെ ഇതൊക്കെ ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പാലിക്കണം. പക്ഷെ ദൈവവചനം നമ്മൾ നിറഞ്ഞിരിക്കണം. ദൈവവചനമായിരിക്കണം നമ്മളെ നയിക്കേണ്ടുന്നത്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന രണ്ടാമത്തെ റെസ്പോൺസ്. ഇനി മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താ? മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടുന്നത്, നമ്മള് ദൈവവുമായിട്ടുള്ള നല്ലൊരു ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കണം. we should cultivate your relationship with God
and Holy Spirit and seek to be led by them. ദൈവവുമായിട്ടും പരിശുദ്ധാത്മാവുമായിട്ടും നമ്മൾ നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയും അവരാൽ നാം നയിക്കപ്പെടുകയും വേണം. അല്ലെ, നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുമ്പോഴേ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാം ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അല്ലെ, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധനായ ദൈവം, ഈ ട്രിയോൺ ദൈവം, ഇതിൽ നാം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ പരിശുദ്ധാത്മ പ്രേരിതമായിരിക്കണം. അവൻ നമ്മളിൽ വസിക്കണം, നമ്മുടെ ഭവനങ്ങളിൽ വസിക്കണം. നമ്മളുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും പരിശുദ്ധാത്മ പ്രേരിതമായിരിക്കണം. അവനാൽ നാം നയിക്കപ്പെടണം. അപ്പൊ ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകും എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പൊ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരായി നമ്മൾ മാറുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ദൈവ മക്കളായി മാറുന്നത്. ഇനി നാം ചെയ്യേണ്ടുന്നത്, യു ഷുഡ് ലവ് ഗോഡ് ആൻഡ് ദോസ് അറൗണ്ട് യു ആൻഡ് സെർവ് ദം, ഡു തിങ്സ് ഫോർ ദം. ഇനി ചെയ്യേണ്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും അവന് ചുറ്റുമുള്ള നമ്മുടെ ആൾക്കാരെ നാം കാണുകയും വേണം. അടുത്തു നിൽപ്പോർ അനുജനെ കാണാൻ അക്ഷികളില്ലാത്തോർ, അരൂപനീശ്വരൻ അദൃശ്യനായാൽ എന്താശ്ചര്യം എന്ന് മഹാകവി ഉള്ളൂർ പണ്ട് എഴുതിയിട്ടുണ്ട്. അടുത്തു നിൽക്കുന്ന അനുജനെ കാണാൻ അക്ഷികളില്ലാത്തോർ, കാണാൻ കണ്ണുകളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ എന്താശ്ചര്യം. അടുത്തു നിൽക്കുന്ന അനുജനെ കാണാൻ കണ്ണുകളില്ലാത്തവർക്ക് ദൈവം അരൂപനായിരിക്കും, അവൻ അവർക്ക് പ്രത്യക്ഷനാവില്ല, അതിൽ അത്ഭുതപ്പെടാൻ എന്താണ് ഇരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കഷ്ടപ്പാടുകളിലും കൂടി നാം കടന്നു പോകണം. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന് എന്ന് 1 പത്രോസ് 3:17 പറയുന്നു. നമ്മൾ കഷ്ടം സഹിക്കണം എന്നുള്ളതാണ് ദൈവഹിതം. എന്നാണെന്ന് ദൈവഹിതം എങ്കിൽ നമ്മൾ തിന്മയും ചെയ്തിട്ടില്ല, കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ, നന്മ ചെയ്തിട്ടാണ് നല്ല പ്രവൃത്തികൾ ചെയ്തിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ കഷ്ടപ്പാട് ഏറ്റവും നല്ലതാണ്. കർത്താവ് കഷ്ടം സഹിച്ചില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ഒരു സ്വന്തം അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. ഞാൻ 1995 മുതൽ 2000 ആണ്ട് വരെ ഞാൻ ഡൽഹിയിലാണ് ജോലി ചെയ്തത്. 1995 ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാനൊരു കേന്ദ്രമന്ത്രി മിസ്സിസ് മാർഗരറ്റ് ആൽവ, ക്രിസ്ത്യാനിയാണ്, കത്തോലിക്ക വനിതയാണ്, അവരുടെ കൂടെയാണ് ഞാൻ ജോലി ചെയ്തത്. എന്നോട് വലിയ ഇഷ്ടമായിരുന്നു ഈ മാഡത്തിന്. അപ്പൊ ഞാൻ അവരുടെ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പൊ ആ സമയത്ത് ഒരു ദിവസം ഞാൻ ഓഫീസിൽ വന്നപ്പോഴേക്കും മാഡം വളരെ ഓഫ് മോഡ് ആയിട്ട് കണ്ടു, വളരെ ദുഃഖിതയായിട്ട് കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, മാഡം എന്ത് പറ്റി? അപ്പൊ പറഞ്ഞു, ജിജി എനിക്ക് ജോലി ചെയ്യാൻ മനസ്സ് വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി മാഡം? അപ്പൊ പറഞ്ഞു, ഇന്ന് പേപ്പർ വായിച്ചില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല. എന്താ മാഡം? പേപ്പറൊക്കെ വായിച്ചു. അപ്പൊ പറഞ്ഞു, അല്ലല്ല, ഇന്ന് ഒരു സംഭവം ഉണ്ടായി. എന്താ സംഭവം? അത് UP ഗജറോള എന്ന ഗ്രാമത്തില് കുറെ പാവപ്പെട്ട കന്യാസ്ത്രീകളെ കുറെ മതഭ്രാന്തന്മാർ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വന്ന് അവരെ ഇരുമ്പ് പാര കൊണ്ട് തലക്കടിച്ച് അപായപ്പെടുത്തി എന്നൊരു വാർത്ത വായിച്ചിട്ട് എനിക്ക് സങ്കടം വരുന്നു, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഞാനിന്ന് ജോലി ചെയ്യുന്നില്ല എന്ന് അവരിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ മാഡം, അത് വലിയ കഷ്ടമായല്ലോ. അപ്പൊ എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക? അപ്പൊ ഞാൻ പറഞ്ഞു, മാഡം നമുക്ക് പോയാലോ? ഉടനെ പറഞ്ഞു, പോകാം, നീ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാഡം പോവുകയാണെങ്കിൽ ഞാനും കൂടെ വരാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അന്ന് ഞങ്ങള് ജോലിയെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ UP ലക്നൌവിൽ വരെ പോയി. ലക്നൌവിൽ ചെന്നിട്ട് അവിടെ നിന്നും അതൊരു ഫ്ലൈറ്റ് ആണ്, ലക്നൌവിൽ വരെ ഫ്ലൈറ്റിൽ പോകാം. പിന്നീട് കുറെ ദൂരം കാറിൽ പോയി. ഗജറോള എന്ന് പറഞ്ഞ ഒരു കുഗ്രാമമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനെ ഒരു ഗ്രാമമില്ല. കാരണം ഇപ്പത് ഒരു സൗകര്യങ്ങളും ഇല്ല, റോഡില്ല, പാലമില്ല, വെള്ളമില്ല, വെളിച്ചമില്ല. ഇതൊക്കെ എന്നാണ് ഇതിനൊക്കെ മാറ്റം ഉണ്ടാകുക എന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിൽ ഇനിയും ഉണ്ടെന്നുള്ളത് അപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. അങ്ങനെ ഞങ്ങൾ കുറെ ദൂരം പോയി, കുറെ ദൂരം ജീപ്പിൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ കാളവണ്ടിയിൽ കയറി കുറെ ദൂരം പോയി. അവസാനം ഞങ്ങൾ ഈ കന്യാസ്ത്രീകൾ താമസിച്ചിരുന്ന ഈ നന്നറി, അവരുടെ മഠത്തിലെത്തി. മഠം എന്ന് പറഞ്ഞാൽ ഒരു തൊഴുത്തു പോയിരിക്കുന്ന ഒരു ചെറിയൊരു കുടില്. ആ കുടിലാണത്. അവിടെ ചെന്നപ്പോ കണ്ട കാഴ്ച എന്താ? മുമ്മശിന്റെ കഥകള്, ജനാലകള് എല്ലാം തകർത്ത് തരിപ്പണമാക്കി ഇട്ടിട്ടുണ്ട്. അകത്ത് മേശയും കസേരകളൊക്കെ മറിച്ചിട്ടിരിക്കുന്നു, കട്ടിലുകളൊക്കെ മറിഞ്ഞു കിടക്കുന്നു. അവിടെ കുറെ കണ്ണാടി ചില്ലുകൾ കിടപ്പുണ്ട്. അവിടെയൊക്കെ രക്തം തളം കെട്ടി കിടക്കുന്നു.
ഇതെല്ലാം കണ്ടപ്പോഴും ഞങ്ങൾക്ക് തോന്നി ഈ പാവം കുറെ കന്യാസ്ത്രീകൾ വന്ന് താമസിച്ചു. ഇവരെ രാത്രിയിലെ കുറെ ആൾക്കാർ വന്ന് കമ്പിപ്പാര കൊണ്ട് എല്ലാം കുത്തിത്തോർന്ന് ഇവരെ തലക്കടിച്ചു. എന്നൊക്കെ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നു? ഇങ്ങനെ അതെല്ലാം കണ്ട് വളരെ വിഷമിച്ചു. അപ്പൊ മാഡത്തിന് വലിയ വിഷമായി. ഇവരെ വലിയ ഒരു നല്ല ഒരു വിശ്വാസമുള്ള ഒരു വനിതയാണ്. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ പറഞ്ഞു മാഡം നമുക്ക് ഇവരെ കിടത്തി ഇവരെ കൊണ്ടുപോയി ഏതോ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അപ്പൊ നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയാലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഹോസ്പിറ്റലൊന്നും അല്ല, ഒരു ശുശ്രൂഷാലയം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നമ്മുടെയൊക്കെ ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു എന്താ പറയാ, ഒരു ക്ലിനിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അവിടെ ചെല്ലുമ്പോഴേ കണ്ട കാഴ്ച ഈ 2 ബെഞ്ചുകളൊക്കെ കൂട്ടിയിട്ടിട്ട് അതിനകത്ത് കന്യാസ്ത്രീകളെ അവിടെ ഇവിടെ കിടത്തിയിരിക്കുകയാണ്. അതിനകത്ത് ചിലരുടെ കാലൊക്കെ കയറ് കൊണ്ട് കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ദേഹത്ത് ബാൻഡേജ് ഉണ്ട്. രക്തം കൊണ്ട് കറുത്തിരിക്കുകയാണ് മുഖമൊക്കെ. എന്നിട്ട് തലയിൽ മുഴുവൻ ബാൻഡേജ് കെട്ടിയിട്ടുണ്ട്. ചിലരുടെ കണ്ണുകൾ മാത്രം കാണാം, മൂക്കിന്റെ അവിടെ 2 ദ്വാരം ഇട്ടിട്ടുണ്ട് ശ്വസിക്കാൻ വേണ്ടിയിട്ട്. ഭയാനകരമായ കാഴ്ചയാണ്. ഈ പാവപ്പെട്ട സ്ത്രീകൾ, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത അവിടെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി മിഷണറികളായിട്ട് വന്നിട്ടുള്ള കന്യാസ്ത്രീകളെ ഇങ്ങനെ ഒരു ക്രൂരതയ്ക്ക് വിധേയരാക്കിയല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വിഷമിച്ചു നിന്നു. മാഡം ഇവരെ കണ്ടിട്ട് അങ്ങ് കരയുകയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചു സമയം ഞാനിങ്ങനെ നോക്കുമ്പോൾ എല്ലാവരുടെയും പേരുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ പേരുകളെല്ലാം അന്നമ്മ, ചിന്നമ്മ, ശോശാമ്മ എന്നൊക്കെ ഉള്ള നമ്മുടെ നാടൻ പേരുകളാണ്. എല്ലാം നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള കന്യാസ്ത്രീകളാണ്. അവർ മലയാളികളാണെന്ന് അപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. ഞാൻ വിചാരിച്ചു ഇത് അവരുടെ ഉത്തരേന്ത്യയിലുള്ള എന്തെങ്കിലും സ്ത്രീകളായിരിക്കുന്ന എഴുതിയത്. അപ്പൊ ഇവിടെ പാലായിൽ നിന്നും നമ്മുടെ ഭരണിക്കാവിൽ നിന്നും ഒക്കെ പോയിട്ടുള്ള കത്തോലിക്ക വനിതകളാണ്. അങ്ങനെ ഞങ്ങൾ ചുറ്റും നടന്നപ്പോഴുണ്ട് ഒരു കന്യാസ്ത്രീ അവിടെ ഞരങ്ങുകയും മൂളുകയും ചെയ്യുന്നത് കണ്ടു. അപ്പൊ എനിക്ക് മലയാളം അറിയാവുന്ന ആളായതുകൊണ്ട് ഞാൻ അടുത്ത് ചെന്ന കന്യാസ്ത്രീയോട് പറഞ്ഞു, സിസ്റ്റർ വിഷമിക്കല്ലേ, കരയല്ലേ, നല്ല വേദനയുണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും സിസ്റ്റർ കരയല്ലേ എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് ചെന്ന് ഞാൻ അവരെ ആശ്വസിപ്പിച്ചു. അപ്പോൾ ആ സിസ്റ്റർ എന്താ പറഞ്ഞെന്നറിയാമോ? ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, സാരമില്ല കുഞ്ഞെ, ഇതെത്ര നിസ്സാരം. എന്റെ യേശു തമ്പുരാൻ കാൽവറിൽ അനുഭവിച്ച വേദന ഓർക്കുമ്പോൾ ഇതെത്ര നിസ്സാരം എന്ന് പറഞ്ഞു. ഇതാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ ആഴം എന്താണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ഒരു സന്ദർഭം അതായിരുന്നു. നോക്കൂ, ഒരു കുറ്റവും ഈ കന്യാസ്ത്രീ ചെയ്തിട്ടില്ല, അല്ലെ? എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തോ? എന്നിട്ടും അവരെ കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ച് തലയോടി പൊട്ടി കിടക്കുന്ന സ്ത്രീ, മരണത്തെ മുന്നിൽ കാണുന്ന സ്ത്രീ, മരണം മുൻപിൽ അട്ടഹസിച്ച് നിൽക്കുന്ന സമയം, മരണം മുൻപിൽ താണ്ഡവ നൃത്തമാടിക്കൊണ്ടിരിക്കുമ്പോഴും ഈ കന്യാസ്ത്രീ പറയുന്നത് എന്താ? ഇത് സാരമില്ല കുഞ്ഞെ എന്നാണ്. കാരണം എന്താ? എന്റെ കർത്താവ്, എന്റെ നാഥൻ അനുഭവിച്ച വേദന ഓർക്കുമ്പോൾ ഇതെത്ര നിസ്സാരം എന്ന് പറഞ്ഞു. ഇതാണ്, നോക്കൂ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശിക്ഷിക്കപ്പെടുന്നുവെങ്കിൽ സന്തോഷിച്ചു കൊള്ളുക. കാരണം അത് നിനക്ക് നന്മ ഭവിക്കും. ചിന്താകുലവും ആകാംക്ഷയും എല്ലാം അവരിൽ ഇട്ടുകൊള്ളുവീൻ എന്നാണ് 1 പത്രോസ് 5:7 പറയുന്നത്. പിന്നെ തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം. പിന്നെ നമ്മൾ അത് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നതാണ്. നമ്മുടെ ഭാരങ്ങളെല്ലാം അവനിൽ നമ്മൾ സമർപ്പിക്കണം. പിന്നെ നമ്മൾ തമ്മിൽ ഭാരങ്ങൾ ചുമക്കണം. നാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത് ഹൃദയം എന്ന മാംസപേശികളിൽ എഴുതുന്ന കത്തുകൾ പോലെയാണ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 3:3 പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പാടുകൾ സഹിക്കുക, അവർക്ക് വേണ്ടി അവരുടെ ഭാരം കൂടി നാം ചുമക്കുക. ഇതായിരിക്കണം നമ്മളുടെ ഒരു റെസ്പോൺസ്. അപ്പോൾ ഇവിടെ നാം ഓർക്കേണ്ടുന്നത്, ആവശ്യമുള്ളവരെ നമ്മൾ ഓർക്കണം. ഗലാത്യർ 6:10 പറയുന്നു, ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സകല വിശ്വാസികൾക്ക് നന്മ ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം. ഇപ്പോൾ നമുക്ക് ഇത് പ്രായോഗികമായിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പൊ നോക്കൂ, നിങ്ങളുടെ ഇടവകയില് കോവിഡ് ഭീഷണിയിൽ എല്ലാവരും പേടിച്ച് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളില് നമുക്ക് ചെറിയ സഹായങ്ങൾ ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ ഒറ്റയ്ക്കൊരാൾ താമസിക്കുന്നു, അവർക്ക് വീട്ടിൽ ആർക്കുമില്ല വെജിറ്റബിൾസ് വാങ്ങിക്കൊടുക്കാൻ, പച്ചക്കറി വാങ്ങിക്കൊടുക്കാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറി വാങ്ങി അവിടെ കൊടുത്തെത്തിച്ചാൽ അതും നല്ലൊരു കാര്യമാണ്, അല്ലെ? അവരെ ഫോണിൽ വിളിച്ച് അവരുടെ ക്ഷേമം അന്വേഷിക്കുന്നത് നല്ല കാര്യമാണ്.
അവർക്ക് വേണ്ടുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ, ഒരുപക്ഷെ മരുന്ന് വാങ്ങാൻ, ആരും പുറത്തു പോകാനല്ല, മക്കളൊക്കെ വിദേശത്താണ്, അപ്പം മാത്രമേ ഉള്ളൂ, അമ്മ മരിച്ചുപോയി, അല്ലെങ്കിൽ അമ്മയുണ്ട്, അപ്പൻ മരിച്ചുപോയി, ആരുമില്ല എന്നുള്ള സന്ദർഭത്തിൽ തീർച്ചയായും നമുക്ക് അവിടെ ചെന്ന് അവരെ സഹായിക്കാനാവില്ലേ, നമുക്ക് കൊടുക്കാനാവില്ലേ? ഇപ്പോൾ ഇങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നോക്കുക, നമുക്ക് ഇപ്പോൾ നമുക്ക് അറിയാം, ഇപ്പൊ സ്കൂളുകളൊക്കെ തുറക്കാൻ പോകുന്നു. സ്കൂളുകൾ തുറക്കാൻ പോകുമ്പോൾ ഇപ്പൊ കേരളത്തിൽ കണ്ടെത്തുന്ന കാഴ്ചയാണ്, അവരെല്ലാം ഓൺലൈൻ എഡ്യൂക്കേഷനാണ്. ആരും സ്കൂളിൽ പോകുന്നില്ല, വീട്ടിലിരുന്നാ പഠിക്കുന്നത്. അപ്പൊ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സർക്കാർ അങ്ങോട്ട് പരിപാടി അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോ കാണുന്നത് ഒരുപാട് പേർക്ക് പലർക്കും വീട്ടിലെ ടെലിവിഷൻ ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല. അങ്ങനെ വരുമ്പോഴേ അതിൽ വിഷമം പൂണ്ട ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത കഥ നിങ്ങൾ പേപ്പറിൽ വായിച്ചില്ലേ? അവിടെ എന്താ ചെയ്യാ? പാവം കുട്ടികൾ വിചാരിക്കുന്നത്, അയ്യോ എന്റെ വീട്ടിലുള്ള സൗകര്യങ്ങളൊന്നുമില്ല, എനിക്കിത് പഠിക്കാൻ കഴിയില്ല, മറ്റുള്ളവർക്കൊക്കെ വീട്ടിലിരുന്ന് ടിവിയിലിന്റെ മുമ്പിൽ ഇരുന്ന് ഇതൊക്കെ പഠിക്കുന്നു എന്ന് പറഞ്ഞ ആ കുട്ടി ആത്മഹത്യ ചെയ്തത് നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ച ഒരു കഥയല്ലേ, ഒരു കാര്യമല്ലേ? നോക്കൂ, ഇങ്ങനെ ഒരു സംഭവം നമ്മളുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ ഇടവകയില് ആരെങ്കിലും ഒരു കുട്ടിയുണ്ടോ ഇതേപോലെ സൗകര്യമില്ലാത്തത്? ഉണ്ടെങ്കിൽ ആദ്യം അവർക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ സ്വന്തം ഇടവകയിൽ, നമ്മുടെ ഭദ്രാസനത്തിൽ ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെ സഹായിക്കേണ്ടുന്ന ഒരു സന്ദർഭം ഇതാണ്. ആ സന്ദർഭം നമ്മൾ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക, അതാണ് വേണ്ടുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ടെക്നോളജിയുടെ സഹായം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യം അതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നമ്മൾ ദൈവവചനം കേട്ടാൽ മാത്രം പോരാ, അതനുസരിച്ച് പ്രവർത്തിക്കുക കൂടി വേണം എന്ന് അപ്പോസ്തലൻ പറയുന്നതിന്റെ കാരണം അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കണം. പിന്നെ ഇതോടൊപ്പം തന്നെ we should seek the gospel, we should seek out opportunities for the gospel and share it. ഇത് നമുക്ക് നല്ല സന്ദർഭമാണ്. ഈ സമയത്ത് നമ്മുടെ സുവിശേഷം പിന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ഷെയർ ചെയ്യാൻ നമുക്ക് പറ്റിയ സന്ദർഭമാണിത്, അല്ലെ? നമ്മൾ തന്നെ വേദോസിൽ വായിക്കുന്നുണ്ട്, കർത്താവ് പിന്നെ വലിയൊരു ജനക്കൂട്ടത്തെ കാണുന്നു, പുരുഷാരത്തെ കാണുന്നു. അവൻ പുരുഷാരത്തെ ഇടയിനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ ഓർത്ത് മനസ്സലിഞ്ഞു എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ ആളുകള് ഈ സമയത്ത് ഇതേപോലെ ബുദ്ധിമുട്ടി പേടിച്ച് ഇരിക്കുന്ന സന്ദർഭമാണ്. ഇപ്പൊ നമ്മള് ഇതേപോലെ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി നിങ്ങളോട് എല്ലാം സംസാരിക്കുന്നു. ഇനി ഇതേപോലെ എത്ര ആൾക്കാരുടെ അടുത്ത് നമ്മൾ എത്തേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്, അല്ലെ? അപ്പോൾ ഈ സന്ദർഭത്തില് അവരുടെ അടുത്തെല്ലാം എത്തുന്നത് ഒരു വലിയ സുവിശേഷ പ്രവർത്തനമാണ്. നമുക്ക് അവിടെ നേരിട്ട് പോയി സംസാരിക്കാൻ കഴിയുന്നില്ല, അവിടെ ചെന്ന് അവരെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല. ഓക്കെ, എങ്കിൽ നമ്മൾ ഇതേപോലെ ടെക്നോളജിയുടെ സംവിധാനം ഉപയോഗിച്ച് മാക്സിമം ആൾക്കാരുടെ അടുത്ത് എത്തണം. അവിടെയെല്ലാം ചെന്ന് നമ്മൾ അവിടെ കർത്താവിന്റെ വചനം പറയണം. അവിടെ എന്താണ് നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തണം. എങ്കിലും നമുക്ക് ചെയ്യേണ്ടുന്നത്, നമ്മുടെ കർത്താവിന്റെ ശരീരത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഈ ശരീരം എന്ന് പറയുന്നതാണ് നമ്മുടെ സഭ എന്ന് പറയുന്നത്, അല്ലെ? കർത്താവ് തലയും നമ്മളൊക്കെ ആ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളുമാണ്. അപ്പൊ കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടുന്ന സമയമാണിത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ സഭകളെല്ലാം വലിയ വൈതരണിയിൽ കൂടെ പോവുകയാണ്. കാരണം ആളുകൾക്ക് പള്ളിയിൽ വരാൻ കഴിയുന്നില്ല. പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പള്ളിയുടെയൊക്കെ വരുമാനം കുറയും. വരുമാനം കുറഞ്ഞാൽ കപ്പ്യാർക്ക് ശമ്പളം കൊടുക്കാനാവില്ല. മറ്റുള്ളവർക്കൊക്കെ നമുക്ക് ഭദ്രാസനത്തിന് കൊടുക്കേണ്ട വിഹിതം കൊടുക്കാനാവില്ല. അച്ഛന്മാർക്ക് ശമ്പളം കൊടുക്കാൻ പ്രയാസപ്പെടും. ഇങ്ങനെയൊക്കെയുള്ള വലിയ ഒരു സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ സഭകളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം കത്തോലിക്ക സഭയ്ക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരൊക്കെ വളരെ വെരി വെൽ എസ്റ്റാബ്ലിഷ്ഡ്, നല്ല റിച്ച് ആയിട്ടുള്ള ചർച്ചാണ്. പക്ഷേ ഈ ഓർത്തഡോക്സ് സഭ അല്ലെങ്കിൽ മാർത്തോമാ സഭ, ഈ CSI സഭ, അവിടെ എല്ലാം പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇനി ഞാനൊരു കാര്യം കൂടി പറയാം. ഇപ്പോഴ് നമുക്കറിയാം, ഈ സമയത്ത് ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു, അല്ലെ? ഞാൻ അതിന്റെ കണക്കുകളൊക്കെ എന്റെ കയ്യിലുണ്ട്, ഞാൻ അതൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കാരണം ഈ സമയത്ത് നമുക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുടെ തൊഴിലാണ് നഷ്ടപ്പെട്ടത്. നമ്മൾ ആലോചിക്കേണ്ടുന്നത്, നമ്മുടെ സഭയിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ ഭദ്രാസനത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ടോ?
അവർക്ക് ജോലി നഷ്ടപ്പെട്ടാൽ അവിടെ എല്ലാം നഷ്ടപ്പെട്ടു അല്ലെ. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ജോലി പോവുകയാണ്. കുടുംബം എങ്ങനെ പുലർത്തും എന്നതിനെ കുറിച്ച് ഒരു വളരെ വ്യാകുല ചിത്തരാണ്. അപ്പോൾ എന്താ ചെയ്യുക? നമുക്കൊരു ജോലി കൊടുക്കാൻ സാധിക്കുന്നില്ല. കാരണം നമ്മള് ഒരു തൊഴിൽ സൃഷ്ടാവല്ല അല്ലെ. നമ്മുടെ ഇടവകളൊന്നും തൊഴിലൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാധ്യതപ്പെട്ടവരല്ല. പക്ഷെ ഈ സമയത്ത് നമുക്കൊന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് എന്റെ ഇടവകയിൽ ഞാനിത് പറഞ്ഞു. കാരണം ഇപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, നോക്കൂ, തൊഴിൽ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഒന്ന് കൈപിടിച്ച് അവരെ ഒന്ന് സഹായിക്കാൻ, ഒരു കൈത്താങ്ങാവാൻ നമുക്ക് കഴിയുമോ? നോക്കൂ, കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ വലിയൊരു പദ്ധതി പ്രഖ്യാപിച്ചു അല്ലെ. അവര് 20 ലക്ഷം കോടി രൂപയുടെ ഒരു വലിയ പാക്കേജ് ഇപ്പോൾ പ്രഖ്യാപിച്ചു. അതില് ഈ MSME സെക്ടർ എന്ന് വെച്ചാൽ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്, ഈ MSME സെക്ടറിന് വലിയ സഹായമാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. അവർക്ക് MSME സെക്ടർ എന്ന് പറയുമ്പോൾ നമ്മള് പിന്നെ മൈക്രോ സെക്ടർ മാത്രം നമ്മൾ നോക്കിയാൽ മതി. മൈക്രോ സെക്ടർ എന്ന് പറഞ്ഞാല് 1 കോടി രൂപ വരെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള സെക്ടറിനെയാണ് മൈക്രോ എന്ന് പറയുന്നത്. 5 കോടി വരെ ടേൺ ഓവർ ആവാം. 10 കോടി വരെ ഉള്ളത് സ്മോള്, 20 കോടി ഉള്ളത് മീഡിയം. അതിനെക്കുറിച്ച് നമ്മളിപ്പോ ബോധർ ചെയ്യേണ്ട. 1 കോടി രൂപ വരെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ചെറുകിട, ചെറുകിടയല്ല, സൂക്ഷ്മ, അതാണ് അതിന്റെ കറക്റ്റ് വേർഡ്, മൈക്രോ എന്റർപ്രൈസസ് പിന്നെ ചെയ്യാനായിട്ട് ഗവൺമെന്റ് അതിന് വേണ്ടുന്ന മുൻഗണന കൊടുക്കുന്നുണ്ട്. അതിന് പ്രധാനമന്ത്രി മുദ്രാ യോജന, PMMY, പ്രധാനമന്ത്രി മുദ്രാ യോജന എന്നൊരു പദ്ധതിയും ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ബാങ്കുകളിൽ പോയി അറിയാം, 2-3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 50,000 വരെ ലോൺ വേണമെങ്കിൽ ശിശു എന്നൊരു ലോണ്, പിന്നെ 50,000 മുതൽ 5 ലക്ഷത്തിനും ഇടയ്ക്ക് ലോൺ വേണമെങ്കിൽ കിഷോർ എന്ന് പറഞ്ഞ വേറൊരു സ്കീം, പിന്നെ 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയ്ക്ക് ലോൺ വേണമെങ്കിൽ തരുൺ എന്ന സ്കീം ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ 3 സ്കീമുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ടുന്നത് എന്താ? നമുക്കൊരു പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ഇതുപോലെ തൊഴിൽ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ചിട്ട് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന മേഖല ഏതാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അവർക്ക് ചെറിയ എന്റർപ്രൈസ് തുടങ്ങാൻ, 2-3 പേര് വീട്ടിനകത്ത് തന്നെ വെച്ച് തുടങ്ങാൻ പറ്റുന്ന ചെറിയ എന്റർപ്രൈസ് തുടങ്ങാൻ ഇത് പറ്റിയ സന്ദർഭമാണ്. കാരണം ബാങ്കുകൾക്ക് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അവർ ഇത്ര കോടി രൂപ സ്പെൻഡ് ചെയ്തേ മതിയാവുകയുള്ളൂ. അപ്പോൾ ഞാൻ തന്നെ ഇവിടെ തിരുവനന്തപുരത്തുള്ള ഞങ്ങളുടെ 2-3 ബാങ്കുകാരെയൊക്കെ വിളിച്ചു ചോദിച്ചു, ഇതെങ്ങനെയാണ് നിങ്ങളത് ഗവൺമെന്റ് പറയുന്ന പോലെ വല്ലതൊക്കെ നിങ്ങൾ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയായിരുന്നു, സാറേ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുക, ആരെങ്കിലും സഹായത്തിന് വേണ്ടി വന്നാൽ ഉടൻ ഞങ്ങൾ കൊടുക്കണം, ഞങ്ങൾക്കൊക്കെ ടാർഗറ്റ് ഉണ്ട്, ഇത് പൂർത്തിയാക്കിയേ പറ്റുള്ളൂ എന്ന് പറയുകയായിരുന്നു. അപ്പോൾ ഈ സന്ദർഭത്തില് ചെറിയ യൂണിറ്റുകൾ നമുക്ക് ആരംഭിക്കാം. ഇപ്പൊ കാൻഡിൽ മേക്കിംഗ്, അല്ലെങ്കിൽ എന്താണ് പിക്കിൾസ്, എന്താ പറയാ, പിക്കിൾസ്, ഉപ്പിലിട്ട പിക്കിൾസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അഗർബത്തി, പിന്നെ ശാമ്പ്രാണിത്തിരി ഉണ്ടാക്കുന്നത്, ബട്ടൺസ് ഉണ്ടാക്കുന്നത്, ഡിസൈനർ ലേസ്, ഷൂ ലേസുകൾ ഉണ്ടാക്കുക, പിന്നെ ചോക്ലേറ്റ്സ്, കോട്ടൺ ബഡ്സ്, നൂഡിൽസ്, പിന്നെ ഡിസ്പോസിബിൾ പ്ലേറ്റ്സ് ആൻഡ് കപ്സ് ഉണ്ടാക്കുക, ജൂട്ട് ബാഗ്സ് ഉണ്ടാക്കുക, സ്റ്റേപ്പിളിനകത്ത് ഇടുന്ന ചെറിയ പിന്നുകൾ ഉണ്ടാക്കുക, പേപ്പർ മേക്കിംഗ്, ഓർഗാനിക് സോപ്പ് ഉണ്ടാക്കുക, കോക്കനട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കുക, സ്മാർട്ട് ഫോണിന്റെ ആക്സസറീസ് ഉണ്ടാക്കുക, പിന്നെ എൻവലപ്സ് ആൻഡ് ഫയൽസ്, പിന്നെ പേപ്പർ ബാഗുകൾ. ഇനിയിപ്പോ പ്ലാസ്റ്റിക് ബാഗുകളൊന്നും ആർക്കും കൊണ്ടു നടക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ പേപ്പർ ബാഗ്സ് ഉണ്ടാക്കുക. ഇതിനൊന്നും വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും വേണ്ട. ചിലതിനൊക്കെ 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ വേണം, ചിലതിന് 2 ലക്ഷം വേണം. അപ്പൊ ചെറിയ മൈക്രോ യൂണിറ്റ്സുകൾ ഉണ്ടാക്കിയ സഹായിച്ചാല് അവർക്ക് തൊഴിൽ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമായിരിക്കും. ഞാനിതൊരാളോട് ഡിസ്കസ് ചെയ്തപ്പോ അയാൾ എന്നോട് പറഞ്ഞു, ഓ ജിജി, പിന്നെ ഇതൊക്കെയാണോ നമ്മുടെ സഭയൊക്കെ ചെയ്യേണ്ട കാര്യം? ഇതൊക്കെയാണോ നമുക്ക് പ്രാർത്ഥിക്കുക? അതൊക്കെ മതി, ഇതൊക്കെ അവന്മാരെ വേറെ എവിടെയാണെന്ന് വെച്ചാൽ പോയി ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയരുത്, എനിക്കെന്തോ അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരാള് അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ട് കുടുംബം മുഴുവനും യാതന അനുഭവിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ അടുത്ത് നമ്മൾ ദൈവവചനം പറയണം, അവരെ നമ്മൾ സമാധാനിപ്പിക്കണം, അവർക്ക് ആശ്വാസത്തിന്റെ വചസ്സുകൾ കൊടുക്കണം, അതോടൊപ്പം അവരെ കൈക്ക് പിടിച്ച് നടത്തുകയും വേണം. അതിനുള്ള മാർഗം കൂടി നമ്മൾ കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എന്റെ വാദം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വചനം കേട്ടാൽ മാത്രം പോരാ, പ്രവർത്തിക്കുക കൂടി വേണം. അങ്ങനെ പ്രവർത്തിക്കണമെന്ന് നമുക്ക് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയല്ലേ, അപ്പൊ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് ചെയ്യുക തന്നെ വേണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പ്രിയപ്പെട്ടവരെ, ഞാന് ഇതിൽ കൂടുതൽ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താല്
പിന്നെ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ ലോകത്തിന്റെ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കും. ഇതാണ് യു വിൽ ഷൈൻ ലൈക്ക് സ്റ്റാർസ്. അതിനുള്ള ഒരു വലിയ സന്ദർഭമാണ്. വിൻസ്റ്റൺ ചർച്ചിൽ ഒരിക്കൽ പറയുകയുണ്ടായി, യു ഷുഡ് നോട്ട് ലെറ്റ് എനി ക്രൈസിസ് be lost. And there is an opportunity in every crisis. ഒരു ക്രൈസിസും ഒരു വലിയ അതിനെ നമ്മൾ കളയാൻ പാടില്ല. എല്ലാ ക്രൈസിസിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരു വലിയ സാധ്യതയുണ്ട്. ആ സാധ്യത മനസ്സിലാക്കി നമ്മൾ ആ സാധ്യത നേടിയെടുക്കുക തന്നെ വേണം. ഇപ്പൊ ഗവൺമെന്റ് ഇതുപോലെ പിന്നെ കൊറോണ ക്രൈസിസ് ഉണ്ടാക്കിയപ്പോഴ് ഗവൺമെന്റ് എന്താ ചെയ്തത്? ഗവൺമെന്റ് കുറെ പരിഷ്കാരങ്ങൾ വരുത്താൻ വേണ്ടി നോക്കുകയാണ്, അല്ലെ? റിഫോംസ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം എടുക്കുകയാണെങ്കിൽ എപ്പോഴൊക്കെ ക്രൈസിസ് ഉണ്ടാകുന്നു അപ്പോഴൊക്കെയാണ് റിഫോംസ് വരുന്നത്, അല്ലാതെ റിഫോംസ് ഒന്നും വരുന്നില്ല. അപ്പൊ ഈ ക്രൈസിസ് സിറ്റുവേഷൻ നല്ലൊരു സിറ്റുവേഷൻ ആണ്. കുറെ മാറ്റങ്ങൾ വരുത്താൻ, കുറെ റിഫോംസ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇത് തന്നെ സ്വന്തം ജീവിതത്തിലും നടത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടാക്കുമ്പോൾ നമ്മളും പോലെ പ്രകാശിക്കുക തന്നെ ചെയ്യും. അതിനെ ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഈ അവസരം നൽകിയതിന് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ